പ്രിയമുള്ളവരെ, വചനജ്വാല 1066 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 1 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മളൊരു പുതിയ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഓഗസ്റ്റ് മാസത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഹൃദ്യമായി ആശംസിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ഒരു മാസം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കൊരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വചന വായനയിൽ 1 മക്കബായരുടെ പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 41 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ശിമയോൻ ഗലീലിയിൽ ചെന്ന് വിജാതിയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു. ടോളമിയാസിന്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു. 3000-ഓളം പേരെ വധിച്ചു, അവരെ കൊള്ളയടിച്ചു. അതിനുശേഷം അവൻ ഗലീലിയയിലും അൽബർത്തായിലെയും യഹൂദരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും ഒപ്പം വസ്തുവകകളോടും കൂടി ആഹ്ലാദപൂർവം യൂദയായിലേക്ക് കൊണ്ടുപോയി. യൂദാസ് മക്കബായൂസും സഹോദരൻ ജോനാഥനും ജോർദാൻ കടന്ന് മരുഭൂമിയിലൂടെ 3 ദിവസത്തെ യാത്ര പിന്നിട്ടു. അവിടെ നബത്തേയർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലിയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചെല്ലാം അറിയിക്കുകയും ചെയ്തു. അവരിൽ അനേകം പേരെ ബോസ്ര, അലാമ, കഫ്സോ, മാക്കോത്ത്, കർണയും എന്നീ നഗരങ്ങളിൽ ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ്. ഇവ സുശക്തങ്ങളായ പട്ടണങ്ങളാണ്. കുറെ പേരെ ഗിലിയാദിലെ മറ്റ് നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു. നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു. യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബസ്രായിലെത്തി. അവർ നഗരം കീഴടക്കി പുരുഷന്മാരെല്ലാവരെയും വാളിനിരയാക്കി വസ്തുവകകൾ കൊള്ളയടിച്ചതിന് ശേഷം അവൻ നഗരം തീ വെച്ച് നശിപ്പിച്ചു. രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദത്തോമാക്കാട്ട വരെ എത്തി. പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചടക്കാനും അതിലുള്ള യഹൂദരെ ആക്രമിക്കാനും കോണികളും യന്ത്രമുട്ടികളുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിന്റെ വിലാപം വലിയ നിലവിളികളോടും കാഹളധ്വനികളോടും കൂടി സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നും യൂദാസ് കണ്ടു. അവൻ തന്റെ അണികളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ഇന്ന് പൊരുതുവിൻ. സൈന്യത്തെ 3 ഗണമായി തിരിച്ചു. അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി. അവന്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കേബൂയൂസാണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമോത്തിയോസിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി. യൂദാസ് അവർക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു. ഏകദേശം 8000 പേർ അന്ന് വധിക്കപ്പെട്ടു. പിന്നെ അവർ അലമോയിലേക്ക് തിരിഞ്ഞു. അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി അവിടെയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു. പട്ടണം കൊള്ളയടിച്ചതിനു ശേഷം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവൻ കസ്വോ, മക്കത്ത്, ബോസാർ എന്നിവയും ഗിലിയാദിലെ മറ്റു നഗരങ്ങളും പിടിച്ചടക്കി. തിമോത്തിയോസ് മറ്റു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയമടിച്ചു. അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു. അവർ മടങ്ങിവന്ന് പറഞ്ഞു, നമുക്ക് ചുറ്റുമുട്ടുള്ള സകല വിജാതീയരും അവന്റെ പക്ഷത്തുണ്ട്. അത് വലിയൊരു സൈന്യമാണ്. സഹായത്തിന് അറബികളെ അവൻ കൂലിക്കെടുത്തിട്ടുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി
അവർ നദിക്കക്കരെ പാളയമടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു. യൂദാസും സൈന്യവും നദിക്ക് സമീപമെത്തിയപ്പോൾ തിമോത്തിയോസ് തന്റെ സേനാധിപന്മാരോട് പറഞ്ഞു, ഇവൻ ആദ്യം നദി കടന്നു വരുന്നെങ്കിൽ നമുക്കവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുമെന്നത് തീർച്ച തന്നെ. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്ന് ചെന്ന് അവനെ തോൽപ്പിക്കാം. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് 1 തീയതി വ്യാഴാഴ്ച ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ അൽഫോൺസ് ലെഗോരിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. റിഡംബറിസ്റ്റ് സഭയുടെ സ്ഥാപകനാണ് അൽഫോൺസ് ലിഗോരി. മാതാപിതാക്കളുടെ ശാസനയ്ക്ക് വിധേയനായ അൽഫോൺസ് 16-ാം വയസ്സിൽ നിയമത്തിൽ ബിരുദമെടുത്ത് കേസുകൾ വാദിക്കാൻ തുടങ്ങി. 10 കൊല്ലത്തോളം കോടതിയിൽ ഒരു കേസ് പോലും തോൽക്കാതെ വാദിച്ച് ജയിച്ച് അവസാനം ഒരു വലിയ സംഖ്യയുടെ കേസിൽ ഒരു രേഖ കാണാതെ തോറ്റു. പിന്നീട് കോടതിയിൽ പോയിട്ടില്ല. സ്വഭവനത്തിൽ ഇരിക്കെ ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക എന്ന് ആന്തരിക സ്വരത്തെ ശ്രവിച്ച് പിതാവിന്റെ ഇംഗിതത്തിനെതിരായി 30-ാം വയസ്സിൽ വൈദികനായി. പിതാവിന്റെ അനിഷ്ടത്തോടെ വൈദികനായതിൽ രോഷത്തോടെ ഇരുന്ന പിതാവ് അപ്രതീക്ഷിതമായ ഫാദർ അൽഫോൺസിന്റെ പ്രസംഗം കേൾക്കുകയും മാനസാന്തരപ്പെടുകയുമാണ് ചെയ്തത്. 35-ാം വയസ്സിൽ രക്ഷകന്റെ സഭ സ്ഥാപിച്ചെങ്കിലും കർശനമായ നിയമങ്ങൾ മൂലം അദ്ദേഹത്തെ അവർ പുറത്താക്കി. എങ്കിലും 66-ാം വയസ്സിൽ അദ്ദേഹം മെത്രാനായി. 13 കൊല്ലത്തോളം തീഷ്ണതയോടെ ഭരിച്ച് 91-ാം വയസ്സിൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരി നിര്യാതനായി. മരിയൻ മഹത്വങ്ങൾ ഉൾപ്പെടെ 111 പുസ്തകങ്ങൾ എഴുതി സഭയെ അദ്ദേഹം അനുഗ്രഹിച്ചു. വിശുദ്ധ അൽഫോൺസ് ലെഗോരിയുടെ വേദപാരംഗതനും മെത്രാനുമായ വിശുദ്ധ അൽഫോൺസ് ലെഗോരിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരു നല്ല വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു.